SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചമ്പക്കുളം ഗോപി വൈദ്യർ സ്മാരക യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചതയദിന വാഹന വിളംബര ജാഥയ്ക്ക് പാമ്പനാട്ടിൽ സ്വീകരണം നൽകി. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് തിരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പീരുമേട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ നടത്തുന്ന ചതയദിന വാഹന വിളംബര ജാഥയ്ക്ക് പാമ്പനാട്ടിൽ സ്വീകരണം നൽകി. ഇന്ന് രാവിലെ തേങ്ങാക്കൽ ശാഖാ മന്ദിരത്തിൽ നിന്നും പര്യടനം ആരംഭിച്ച വാഹന വിളംബര ജാഥ പീരുമേട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ലാൽ ക്യാപ്റ്റനായും പ്രവീൺ പ്രഭാകരൻ വൈസ് ക്യാപ്റ്റനുമായി നയിക്കുന്ന ജാഥയാണ് പര്യടനം നടത്തുന്നത്. അതിന് മുന്നോടിയായി പീരുമേട് യൂണിയൻ്റെ കീഴിലുള്ള യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 172ാമത് ജന്മദിന വാർഷികത്തിൻ്റെ വിളംബരം നൽകിക്കൊണ്ടാണ് ഇന്ന് രാവിലെ തേങ്ങാക്കല്ലിൽ യൂത്ത് മൂവ്മെൻ്റ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട സുനീഷ് വലിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യനായ പീരുമേട് യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ KP ബെനു പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ കേന്ദ്രങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെയും അതുപോലെ രാജ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണുന്ന നിലയിൽ രാജ്യത്തെയും സംസ്ഥാനത്തെയും നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ, അദ്ദേഹം അരുളി ചെയ്ത കാര്യങ്ങൾ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിലൂടെയെല്ലാം SNDP യോഗത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിളംബര ജാഥ പാമ്പനാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ SNDP യൂണിയൻ പാമ്പനാർ ശാഖാ പ്രസിഡന്റ് R വിനോദ്, സെക്രട്ടറി സുരേഷ് ചുളപ്പടിക്കൽ, SNDP പീരുമേട് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PK രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ജാഥയ്ക്ക് ഊഷ്മള സ്വീകരണവും നൽകി. വനിതാ സംഘത്തിൻ്റെയും ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയമുള്ള പാമ്പനാട്ടിലെ നിവാസികളെ, ഈ ജാഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാന്യായ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ PK രാജൻ അവർ വിശദീകരിച്ചു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരൂപ്പുറത്ത് നടത്തിയ ആ ശിവപ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ജാതി കോമരങ്ങളുടെ ആ ജാതി വ്യവസ്ഥതയ്ക്ക് മാറ്റമുണ്ടായി. കേരളത്തിലെ ഇന്നിപ്പോൾ നമുക്കറിയാം, കേരളം എന്ന ആ നാമകരണം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ MP ശ്രീ A റഹീം ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ നടത്തിയ നല്ലൊരു പ്രസംഗം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും കേട്ടത്. ഇന്നത്തെ കേരളം രൂപീകരിക്കുന്ന കാര്യത്തിൽ, ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മളുടെ ഭഗവാനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും നൽകിയ സംഭാവന. തേങ്ങാക്കല്ലിൽ നിന്നും പര്യടനം ആരംഭിച്ച വാഹന വിളംബര ജാഥ ഏലപ്പാറയിൽ സമാപിക്കും. ഏലപ്പാറയിലെ സമാപന പൊതുസമ്മേളനം പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനീഷ് വലിയപുരയ്ക്കൽ, പീരുമേട് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് TK രാജൻ, പീരുമേട് യൂണിയൻ സെക്രട്ടറി ബിനു, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജേഷ് മണലേൽ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി പ്രമോദ് ധനവാൽ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.